തുടർച്ചയായി ഇടതുപക്ഷം ഭരിച്ചു കഴിഞ്ഞാൽ ഒരു നാടിന് എന്ത് സംഭവിക്കും എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ കമൻറ്റ്. ഒരു നാട് നശിച്ച കഥയാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്. നമ്മുടെ കേരളം ഭരിക്കുന്ന പാർട്ടിയും ഈ നാടുമായിട്ട് ഒരു ചെറിയ ബന്ധമുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ വീഡിയോ എടുത്ത് ഞാനത് റിയാക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഞാനൊന്നൊരു യൂട്യൂബ് ചാനലിനകത്ത് ഒരു വീഡിയോ കണ്ടായിരുന്നു. ഞാൻ ഇതുവരെ ഫോളോ ചെയ്യുന്ന ഒരാളാണ്. മലയാളി ട്രാവലർ എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനലുണ്ട്, നിങ്ങൾ കയറി നോക്കുക, നല്ലൊരു ചാനലാണ്. ആ ചാനലിനകത്ത് ഇതാണ് ആ ചാനലിൽ ആ പയ്യന്മാരെ നിങ്ങൾക്കറിയാം. ആ ചാനലിനകത്ത് ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു കൊൽക്കത്തയുമായി ബന്ധപ്പെട്ട്, വെസ്റ്റ് ബംഗാളുമായി ബന്ധപ്പെട്ട്. ഈ വെസ്റ്റ് ബംഗാൾ എന്ന് പറയുന്നത് നമ്മുടെ കേരളം ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആരാണ്? പിണറായി വിജയനാണ്. ഇവരുടെ പാർട്ടിക്കാരാണ് വെസ്റ്റ് ബംഗാൾ ഭരിച്ചുകൊണ്ടിരുന്നത്. ആ വെസ്റ്റ് ബംഗാളിലെ ഒരു അവസ്ഥയാണ് ഞാൻ അതിനകത്ത് കണ്ടത്. അതിനകത്ത് കുറേ ബസ്സുകൾ, അവിടുത്തെ ട്രാൻസ്പോർട്ട് വാഹനങ്ങൾ അവിടെ കിടപ്പുണ്ട്. ഈ ആൾക്കാർ യാത്ര ചെയ്യുന്ന ബസ്സുകളുണ്ട്. ആ ബസ്സുകൾ കണ്ടിട്ട് ആ പയ്യൻ മരിഞ്ഞെട്ടിയാണ് നിൽക്കുന്നത്. ഇതാണ് ആ ബസ് എന്ന് പറയുന്നത്. പൊളിഞ്ഞ് എല്ലും തോലും തെളിഞ്ഞ് അതിനകത്ത് കമ്പും കോലും എല്ലാം വെളിയിൽ വന്ന് ഇതിനകത്ത് ആൾക്കാരെ എവിടെയെങ്കിലും തട്ടിക്കഴിഞ്ഞാൽ ചിലപ്പം എന്ത് പറ്റുമെന്ന് പോലും അറിയാത്ത കൊരുത്തു പോകുന്ന അവസ്ഥയിലുള്ളൊരു വണ്ടി. അങ്ങനൊരു വണ്ടിയാണ് അവിടെ കിടന്ന് ഓടിക്കൊണ്ടിരിക്കുന്നത്. എവിടെ? 34 വർഷം ഇടതുപക്ഷം ഭരിച്ചുകൊണ്ടിരുന്ന ഒരു സ്റ്റേറ്റാണ്. ആ സ്റ്റേറ്റിലെ വാഹനങ്ങളുടെ അവസ്ഥ കണ്ടിട്ടാണ് ഞാൻ ഞെട്ടിയെന്നുള്ളതാണ്. ഞെട്ടിപ്പോയി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അതിനകത്ത് കോമഡി എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കേരളത്തിലിരുന്ന് ഇവിടെ ആൾക്കാർ പറയും ഇത് കേരളമാണ് എന്നുള്ള രീതിയിൽ പറയും. എന്തുകൊണ്ടാണ് നിങ്ങൾ 10-34 വർഷം ഭരിച്ച ബംഗാളിനെ പറ്റി ഒരു ബംഗാൾ മോഡൽ എന്ന് പറയാത്തത്? ഒരു പാർട്ടിക്ക് 34 വർഷം ഭരിക്കാൻ ഒരു അവസരം കിട്ടുന്ന വലിയ കാര്യമല്ല. പക്ഷേ എന്താണ് നിങ്ങൾ ഇത്രയും വർഷം ഭരിച്ചിട്ടും, അവിടെ ഇത്രയും വർഷം ബംഗാൾ പിണറായി വിജയന്മാർ ഭരിച്ചിട്ടും നിങ്ങളൊരു ബംഗാൾ മോഡൽ എന്ന് പറയാതെ കേരള മോഡൽ എന്ന് മാത്രം പറയുന്നത്? ഈ കേരള മോഡൽ എന്നൊക്കെ പറയാൻ നേരത്ത് ഒരു തട്ടിപ്പ് ഇതിന് പിന്നിലുണ്ട്. നമ്മുടെ നാട് സ്വാതന്ത്ര്യത്തിന് മുമ്പും നമ്മുടെ നാട്ടിലുള്ള ഈ ഭരണത്തിലിരുന്ന ആൾക്കാരൊക്കെ അത്യാവശ്യം ബോധമുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. ഇവർ പല ആരോഗ്യ മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലായാലും നല്ല രീതിയിലുള്ള പുരോഗമനം മുമ്പോട്ട് കാഴ്ചവെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ബാക്കിയാണ് സ്വാതന്ത്ര്യത്തിന് ശേഷം അല്ലെങ്കിൽ നമ്മുടെ കേരളം രൂപീകരിച്ചതിന് ശേഷവും നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ്റൊക്കെ മുമ്പോട്ട് വെച്ചിട്ടുള്ളത്. മനസ്സിലായില്ലേ? ഇത് സ്വാതന്ത്ര്യത്തിന് മുമ്പും നമ്മുടെ നാടിന് ഒരു പാരമ്പര്യമുണ്ട്. ആ പാരമ്പര്യം ജസ്റ്റ് നോക്കിയാൽ മനസ്സിലാകുന്ന കാര്യമുള്ളൂ. ഈ പാരമ്പര്യത്തിനെ ബാക്കി പിടിച്ചിട്ടാണ് ഇത് കേരള മോഡൽ എന്ന് പറയുന്നത്. ഒരു പാർട്ടിക്ക് 34 വർഷം അധികാരം കിട്ടിയിട്ടും ഇപ്പോഴും അവിടെ കമ്പും കോലും തെളിഞ്ഞ വാഹനങ്ങളാണ് അവിടുത്തെ സാധാരണക്കാർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പം ഒരു പാർട്ടിക്ക് ഇപ്പം ഇടതുപക്ഷത്തിൻ്റെ ഒരു ഐഡിയോളജി ഒരു സ്റ്റേറ്റിൽ നടപ്പിലാക്കി ഇതാണ് ഞങ്ങളുടെ ഐഡിയോളജി എന്ന് തെളിയിക്കാൻ ഇതിൽ വലിയൊരു അവസരം വേറെ ഒന്നും ആവശ്യമില്ലല്ലോ. പക്ഷെ നിങ്ങളുടെ ആ ഭരിച്ചിട്ടും ആ നാടിൻ്റെ അവസ്ഥയാണ്, ഗതിയില്ലാതെ കിടക്കുന്ന അവസ്ഥയാണ് ഞാൻ അതിനകത്ത് കണ്ടതെന്നുള്ളതാണ്. പക്ഷെ ഇവിടെ ഇരുന്ന ആൾക്കാർക്ക് പറയും ഇത് കേരള മോഡൽ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് നിങ്ങൾ ബംഗാൾ മോഡൽ പറയാത്തത്? ഇനി ബംഗാളിൽ ഇവരുടെ അവസ്ഥ അതിൽ ഭീകരമാണ്. പക്ഷെ നമ്മുടെ കേരളത്തിൽ ഇരുന്ന ആൾക്കാരൊക്കെ ഭയങ്കര ബഹളം വെക്കുന്നതാണ്, ഞങ്ങൾ അതാണ് ഇതാണെന്നൊക്കെ പറയും. യഥാർത്ഥത്തിൽ ഇവരൊക്കെ എന്തൊക്കെയാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ബംഗാളിലേക്ക് നോക്കിയാൽ മതി. ബംഗാളിൽ 2006 വരെയാണ് ഇടതുപക്ഷം ഭരിച്ചുകൊണ്ടിരുന്നത് എന്നുള്ളതാണ്. 2006 തെരഞ്ഞെടുപ്പിൽ, അന്ന് അവർക്ക് ഭരണം കിട്ടുന്ന തെരഞ്ഞെടുപ്പിൽ CPIM എന്ന് പറയുന്ന പാർട്ടിക്ക് 176 സീറ്റും 37% വോട്ട് ഷെയറുണ്ട്. ഇന്ന് അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന തൃണമൂൽ കോൺഗ്രസിന് അന്ന് 30 സീറ്റേ ഉള്ളൂ. പിന്നെ കുറേ കോൺഗ്രസിന് 21 സീറ്റുണ്ട്. അതുപോലെ കുറേ പാർട്ടികളുണ്ട്. അന്ന് അവിടെ BJP അഡ്രസ്സിലില്ല. ഇപ്പോൾ 2021 ലാസ്റ്റ് ഇലക്ഷൻ റിസൾട്ട് ചെയ്യുന്നൊക്കെ ഇപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി എന്നുള്ളതാണ്. ആ റിസൾട്ട് എന്ന് പറയുന്നത് അവിടുത്തെ തൃണമൂൽ കോൺഗ്രസ് ആണ് ഇപ്പം മമതാ ബാനർജിയാണ് ഭരിക്കുന്നത്. അവർക്ക് 213 സീറ്റും 48% വോട്ട് ഷെയറും. BJPക്ക് 77 സീറ്റും. 2006 അവർ ചിത്രത്തിലില്ലാത്ത പാർട്ടിയാണ്, അഡ്രസ്സില്ലാത്ത പാർട്ടിയാണ്. ഇപ്പോൾ അവർക്ക് 38% വോട്ട്. പിന്നെ കുറേ അല്ലാത്ത പാർട്ടി. ഇവിടെ 34 വർഷം ഭരിച്ചുകൊണ്ടിരുന്ന CPM എന്ന് പറഞ്ഞൊരു പാർട്ടിയില്ല. അവിടെ ഇല്ല. അവിടുന്ന് പാർട്ടിയെ പോയി ഇപ്പോൾ ഒരു തരി പോലും ഇല്ലാതെ ബംഗാൾ എന്നുള്ള രീതിയിലൊക്കെ വാർത്തയാണ്. 1957 മുതലുള്ള ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് നിയമസഭയിൽ ആന മുട്ടയാണ് ഇവർക്ക്. അതുപോലെ തന്നെ ഇവരുടെ ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു കേട്ടോ, ഇന്ത്യയിലെ ഏറ്റവും മികച്ച മുഖ്യമന്ത്രി എന്ന് മൻമോഹൻ സിംഗ് പുകഴ്ത്തി. അവസാനം 1600 വോട്ടിന് വരെ അവിടുത്തെ മുൻ മുഖ്യമന്ത്രി വരെ തോറ്റു പോകുന്നൊരവസ്ഥ. ഇതാണ് ബംഗാൾ എന്ന് പറയുന്നത്. ഇവർ ഇനിയിപ്പോൾ നടക്കുന്ന കാര്യം പറയാം. അടുത്ത പ്രാവശ്യം കൂടി തുടർഭരണം കിട്ടും. അപ്പോൾ ഒരു 15 വർഷവും പിന്നെ ഒരു 15 വർഷവും ഒരു 5 വർഷവും കൂടെ കൊടുക്കുക, ഒരു 20 വർഷം കൂടെ കൊടുക്കുക. കേരളവും ബംഗാളാക്കി കൈത്തരും. ഇവർക്ക് കിട്ടിയ അവസരം എന്താ? ഒരു പാർട്ടിക്കൊക്കെ കിട്ടുന്ന അവസരം ഏതാ? ഒരു പാർട്ടിക്ക് ഒരു സ്റ്റേറ്റിൽ 35 വർഷം തുടർച്ചയായിട്ട് അവരുടെ മുഖ്യമന്ത്രി ഉണ്ടാവുന്നു, അവർ ഭരിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെ സ്വർഗമാക്കണ്ടേ അല്ലേ? സ്വർഗം പോയിട്ട് അത് നരകമാക്കി കുട്ടിച്ചോറാക്കി കൊടുത്തിട്ടാണ് ഈ ടീം എല്ലാം കൂടെ പുറത്ത് ചാടിയിരിക്കുന്നത്. ഇവരാണിപ്പോൾ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവർ ഈ കേരളം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കേരളമാണ് എന്നുള്ള ഡയലോഗ് അടിക്കാൻ നേരത്ത് ഇവരെന്തുകൊണ്ടാണ് ഈ ഇടതുപക്ഷത്തിന് സുഹൃത്തുക്കളാരും ഞങ്ങളുടെ ബംഗാൾ മോഡലിനെ പറ്റി പറയാത്തത്?
നിങ്ങൾ ഭരിച്ച് മുടിച്ചു വെച്ചിരിക്കുന്ന ഒരു നാട്. ഞാൻ ആ വണ്ടി കണ്ടപ്പോൾ ഞെട്ടിപ്പോയി. ഇതൊക്കെയാണോ ഒരു സ്റ്റേറ്റിൽ സാധാരണക്കാർ ഉപയോഗിക്കുന്ന വാഹനം എന്നെനിക്ക് തോന്നിപ്പോയി. ഒരു ബസ് പൊളിഞ്ഞിരിക്കുകയാണ്. ഞാൻ ആ വീഡിയോ ഒക്കെ നേരത്തെ യൂട്യൂബർമാർ പയ്യന്മാരും ഞെട്ടി നിൽക്കുകയാണ്. ഇതൊക്കെയാണ് ഈ നാട്ടിലെ അവസ്ഥ എന്നുള്ള രീതിയിലാണ് ആ വീഡിയോ എടുത്ത് അവർ വിഷ്വൽ എടുത്ത് കാണിച്ചു വെച്ചിരിക്കുന്നത്. അപ്പം കൂടുതലായിട്ട് വലിയ ഡയലോഗ് അടിക്കാനൊന്നുമില്ല. കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നവർ അവിടുത്തെ പിണറായി വിജയമ്മയുടെ ഭരണം എന്ന് പറയുന്നത് അവസാനം തുരുമ്പും പാട്ടയുള്ള വാഹനങ്ങൾ റോഡിൽ കൂടെ ഓടുന്ന രീതിയിലേക്ക് എത്തിച്ചു വെച്ചിരിക്കുന്നുണ്ട്. പിന്നെ ക്യൂബയെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ കുറേ ആൾക്കാർ ഈ ചിന്താചോറമൊക്കെ ക്യൂബയെ പറ്റി വീഡിയോ ഇട്ടിരിക്കുന്നുണ്ട്. ക്യൂബയുടെ അവസ്ഥ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഇവരുടെയൊക്കെ പുണ്യ സ്ഥലങ്ങളാണ്. ഇവരുടെയൊക്കെ അവസ്ഥ അറിയണമെന്ന് നിങ്ങളെ സുൽഭക്തൻ ക്യൂബയിൽ പോയി ഒരു വീഡിയോ ഉണ്ട്. നമ്മൾ ബ്രിട്ടീഷുകാർ ഉപയോഗിച്ച വാഹനമില്ല പഴയത്, അതാണ് അവിടെ ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നത്. ഒരു വികസനമില്ലാത്തൊരു നാട്, ഒരു വികസനമില്ലാത്തൊരു നാട്. സത്യസന്ധമായി പറഞ്ഞാൽ ഒരു വികസനമില്ല. യൂട്യൂബ് ചാനലിനകത്ത് കിടപ്പുണ്ട് സുജിത് ഭക്തൻ്റെ വീഡിയോ, നിങ്ങൾ കയറി നോക്കിക്കഴിഞ്ഞാൽ ഞെട്ടിപ്പോവും. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് പറയണമെന്ന് തോന്നി. ഭരിച്ച് നശിപ്പിച്ച ഒരു നാടിൻ്റെ കഥ, അതാണ് ഈ വീഡിയോ. അതൊരു പേജ് കാണുന്നത്, ഫോളോ സപ്പോർട്ട് ചെയ്യുക.